ഓക്കെ, സോ ഇത് ഈ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള വേറെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഈ ടൈപ്പിൽ വരുന്ന 6n എന്ന് പറയുന്ന 4n, ഇങ്ങനെ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ പവറിൽ n കൊടുത്തിട്ട് നിങ്ങളോട് ഇതിന് ഏതെങ്കിലും എന്നിൻ്റെ വാല്യൂന് 0 കൊണ്ട് അവസാനിക്കുമോ എന്നുള്ളത് ചോദിക്കാം. എൻഡ് ചെയ്യോ? ഈ ടൈപ്പിൽ തിരിച്ചും മറിച്ചും ചിലപ്പോൾ എന്ത് ചോദിക്കും, കുറച്ചൊന്ന് ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ ഇതേ ചോദ്യം ചോദിക്കും. നിങ്ങൾ എഴുതേണ്ട ആൻസർ സെയിം ആണ്. നിങ്ങൾക്ക് അറിയേണ്ട ഒരൊറ്റ കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു നമ്പർ ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ 0ലാണ് ലാസ്റ്റ് ഡിജിറ്റ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം 0ൽ വരുന്ന നമ്പേഴ്സൊക്കെ 10ൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും, അങ്ങനെയല്ലേ? ഇപ്പോൾ 220 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് 10നെ 5 × 2 ആക്കി എഴുതും. സോ ഈ പറഞ്ഞ എല്ലാ നമ്പേഴ്സും 5 × 2 കൊണ്ടും 10 കൊണ്ടും എന്തായിരിക്കും, 10 അല്ലെങ്കിൽ 5 × 2 ഇത് ഫാക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ 0 കൊണ്ട് അവസാനിക്കുള്ളൂ. ഓക്കെ, ഈ ഒരു കാര്യം മാത്രം നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ബാക്കിയുള്ളതൊന്നും ഒരു പണിയേ അല്ല. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? ഇഫ് എനി നമ്പർ എൻഡ്സ് വിത്ത് ദി ഡിജിറ്റ് 0, അങ്ങനെയല്ലേ? ഇഫ് എനി നമ്പർ ഓക്കെ, സോ നമ്മൾ എഴുതി ഇഫ് എനി നമ്പർ എൻഡ്സ് വിത്ത് ദി ഡിജിറ്റ് 0 ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 10 or 5 × 2. ബട്ട് ഇപ്പോൾ നമ്മളെ പ്രശ്നം എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 6n എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓവർ 6nൻ്റെ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾ എടുക്കേണ്ടത് ഈ 6 ഇവിടെ തന്നിട്ടുള്ള നമ്പറിനെ മാത്രം എടുക്കുക. ഓക്കെ, ആ നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക. അപ്പോൾ 6 ആണെങ്കിൽ നമുക്കറിയാം 3 2s are 6, 3 and 2 ആണ് 6ൻ്റെ ഫാക്ടേഴ്സ്. 4 ആണെന്നുണ്ടെങ്കിൽ 2 2 ആണ് വരുള്ളൂ, അല്ലേ? ഓക്കെ, സോ ഇത് ഈ ഒരു രൂപത്തിൽ. ഇനിയിപ്പോൾ 12 ആണെങ്കിലോ അവിടെ 4 3 എന്ന് വരും, അല്ലെങ്കിൽ 6 2 എന്ന് വരും. ഇതൊക്കെയാണ് 12ൻ്റെ ഫാക്ടേഴ്സിൽ വരുന്നത്. സോ ഇവരെയൊക്കെ നിങ്ങളെല്ലാതും ഈ ഒരു ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ നോക്കുക, ഈ തന്നിട്ടുള്ള നമ്പറിൻ്റെ ഫാക്ടറിനെ മാത്രം നിങ്ങൾ എടുത്ത് എഴുതാം. ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 6 power n is equal to 6ൻ്റെത് ഏതാണ്? 2 × 3. സോ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് അതിൽ ഏതൊക്കെ നമ്പറാണോ വരുന്നത് അതിൻ്റെ മുകളിൽ ഇതേപോലൊരു പവറിൽ n ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ 2 × 3 power n. സോ ഇവിടെ എന്ത് വന്നിട്ടില്ല? 5 എന്നുള്ള നമ്പർ വന്നിട്ടില്ല. സോ 5ഉം 2ഉം ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0ൽ വരുള്ളൂ. അപ്പോൾ ഇവിടെ വരില്ല. അതാണ് നമ്മൾ നെക്സ്റ്റ് എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ കൊടുത്തു പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 6nൽ 2 and 3 മാത്രമേ ഉള്ളൂ. ഹിയർ 5 is not in the prime factorization of 6n. സോ അതുകൊണ്ട് ഹെൻസ് ഫോർ എനി വാല്യൂ ഓഫ് എന്നിന് പകരം നിങ്ങൾ ഇവിടെ ഏതൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിലും 6ൽ അവിടെ എന്ത് വന്നിട്ടില്ല? 5 വന്നിട്ടില്ല. ആ ഒരു റീസൺ കൊണ്ട് 6n cannot be end with the digit 0. ഇതേ സെയിം തിങ്ങാണ് കേട്ടോ. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ ഒരു ടൈപ്പിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ എഴുതാൻ പോകുന്നത് ഇതേ മെത്തേഡിലാണ്. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്തായാലും അതിലുള്ള ഫുൾ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ വരുന്നത് HCF LCM ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കുറച്ച് വേർഡ് പ്രോബ്ലംസ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അതും നിങ്ങളൊന്ന് നല്ലപോലെ ആലോചിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടും. അതിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ക്ലാസ്സിലിട്ടിട്ടുണ്ട്, അവിടെ പോയിട്ട് നോക്കാം. ഓക്കെ, ദെൻ ബൈ, സീ യു സൂൺ.